ഈ പിരമിഡ് ഒരു ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് വരെ വരുന്ന വീടുകൾ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിൽ ബ്രഹ്മസ്ഥലി സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. 2000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള സ്പേസിലുള്ള എനർജി ഇംബാലൻസ് ഇതുകൊണ്ട് മാറ്റാൻ പറ്റും. പക്ഷേ ഇത് മാത്രമല്ല, 4 സ്പേസ് ഒരു അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ വീടാണെങ്കിൽ വീടിൻ്റെ 4 മൂലകളിലായിട്ട് ഇതിൻ്റെ ഇത്രയും പവറല്ലാത്ത ചെറിയ ഈ വലുപ്പത്തിലുള്ള പവറിലുള്ള പിരമിഡ് ആയിരിക്കും സ്ഥാപിക്കുക. അപ്പോൾ ഒരു സ്പേസിൽ 4 മൂലയും ബ്രഹ്മസ്ഥലയും. ഇതാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്ന ആ എനർജി കറക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്. അത് കൂടാതെ നമ്മൾ ചെയ്യുന്നത് വീടിനകത്തുള്ള ബാത്റൂമുകൾ എല്ലാം നെഗറ്റീവ് എനർജി ജനറേറ്റ് ചെയ്യുന്ന സ്പേസാണ്. ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ജീവിക്കുന്ന ലോകത്ത് ധാരാളം തരത്തിലുള്ള എനർജീസ് ഉണ്ട്, അല്ലെങ്കിൽ ഊർജത്തിൻ്റെ പലതരത്തിലുള്ള വിന്യാസങ്ങളുണ്ട് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആധുനിക ശാസ്ത്രം പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ഇവ. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിനകത്ത് ഒരു എനർജി വർക്ക് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ആ ഊർജം അതിനെ പല പേരുകളിൽ നമ്മൾ വിളിക്കുന്നു എന്നാണ്. ഇപ്പോൾ മൈക്രോ എനർജിയും മാക്രോ എനർജിയും ഉണ്ട്. എനർജിയുടെ പലതരത്തിലുള്ള അവാന്തര ഭാഗങ്ങളുണ്ട്, വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇപ്രകാരത്തിലാണ് ഈ ഊർജങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എപ്രകാരത്തിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നിയതികളെ ഇത് സ്വാധീനിക്കുന്നത്? ഇത് വളരെ കൗതുകമുള്ള ഒരു വിഷയമാണ്. ഇതിൻ്റെ പല എലമെൻറ്റ്സ് നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വാസ്തു അങ്ങനെയുള്ള പേരുകളിലും ഒക്കെ എനർജി ഹീലിംഗും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വളരെ പുതുമയുള്ളൊരു വിഷയമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ബിൽഡിംഗ് ബയോളജി എന്നാണ് ഈ വിഷയത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ വസിക്കുന്ന വാസസ്ഥാനങ്ങളിൽ പ്രത്യേകമായ തരത്തിലുള്ള ഊർജ ക്രമീകരണങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിനെ ഏറ്റവും മികച്ച ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാനായി സാധിക്കുന്നു എന്നാണ് അനുഭവസ്ഥർ രേഖപ്പെടുത്തുന്നത്. അപ്പം ബിൽഡിംഗ് ബയോളജിയിൽ വളരെയേറെ പ്രാവീണ്യമുള്ള രഘുനാഥ് രാജൻ അവർകളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ അദ്ദേഹം കേരള ഹൈക്കോർട്ടിൽ അദ്ദേഹം ഒരു ലീഡിംഗ് അഡ്വക്കേറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോലിയോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനോടൊപ്പം തന്നെ വളരെ കാര്യമായിട്ട് ഈ ബിൽഡിംഗ് ബയോളജി കൂടി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോദിച്ചറിയാം കൂടുതലായിട്ടുള്ള വളരെ കൗതുകം നിറഞ്ഞ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച്. അപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും ഹാർദമായി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. നമസ്കാരം. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളുകളായി. ചാനൽ കണ്ട് അങ്ങ് വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. പിന്നെ പഴനിയിൽ വെച്ച് പല പ്രാവശ്യങ്ങളും നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ആക്ച്വലി ഷെഡ്യൂൾ ചെയ്തിട്ട് കുറേ നാളായി. അപ്പോൾ ഇന്നാണ് ശരിക്കും അതിൻ്റെ ഒരു ഡേറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ബിൽഡിംഗ് ബയോളജി എന്നുകൊണ്ട് അങ്ങ് ഉദ്ദേശിക്കുന്നത്? ചുരുക്കി ഒന്ന് പറയാമോ? ബിൽഡിംഗ് ബയോളജി എന്ന് വെച്ചാൽ ജീവശാസ്ത്രം. അതെ. അപ്പൊ ബിൽഡിങ്ങിന് ജീവനുണ്ടോ എന്നൊരു ശങ്ക എല്ലാവർക്കും ഉണ്ടാവും. തീർച്ചയായും. പക്ഷെ ജീവനുണ്ട്. ജീവനില്ലാത്ത ഒന്നുമില്ല. ഇതിന്റെ വൈബ്രേറ്ററി സ്പീഡാണ്, ഇതിന്റെ വേരിയേഷൻസ് ആണ് നമുക്ക് അത് ജീവനില്ല എന്ന് തോന്നിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ബിൽഡിങ്ങിനും ജീവനുണ്ടെന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ ബയോളജി എന്നുള്ളത് ബിൽഡിങ്ങിനുമായിട്ട് ബന്ധിപ്പിച്ച് നമ്മൾ ആ എനർജിയുടെ ബേസിലാണ് ഇത് ആ ജീവന്റെ തുടിപ്പ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലം, അതിൻ്റെ എനർജിയാണ് ബിൽഡിങ്ങിനകത്തുണ്ടാക്കുന്നത്. അപ്പോൾ ബിൽഡിംഗ് കെട്ടുന്ന സ്ഥലത്തിൻ്റെ ഊർജം അത് പോസിറ്റീവായിട്ടുള്ളൊരു നിലയിൽ അല്ലെങ്കിൽ അത് നമ്മളെ താമസിക്കുന്ന വ്യക്തികൾ, ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് നിർമ്മിച്ചതിന് ശേഷം അതിനകത്ത് താമസിക്കുന്ന വ്യക്തികൾക്ക് അഡ്വേഴ്സ് എന്ന് വെച്ചാൽ അതിന് കോംപ്ലിമെന്റ് ചെയ്യാതെ അത് കോൺഫ്ലിക്റ്റിംഗ് എനർജി ആയിട്ട് മാറുമ്പോൾ അത് അവിടെ താമസിക്കുന്ന വ്യക്തികളുടെ ഊർജ്ജ പ്രവാഹത്തിൽ സ്വാധീനിച്ച് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി മാനസികമായും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതെ. ഇപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ ആളുകളോട് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ വാസ്തു എന്ന് പറഞ്ഞൊരു സാധനം ശരിക്കും അവരപ്പോൾ ഉടനെ പറയുന്നത് ഈ പ്രപഞ്ചം ഇത്രയും വലുതാണ്, വിശാലമാണ്, അതിലൊരു ചെറിയ ഒരു 5 സെന്റിൽ താമസിക്കുന്ന നിങ്ങൾക്ക് എന്ത് വാസ്തു എന്നാണ് പറയുന്നത്, എന്താണ് അതിൽ എന്ത് എനർജിയാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ കളിയാക്കാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഊർജ്ജം അതിൻ്റെതായ മിനിയേച്ചർ ഫോർമാറ്റുകളിൽ നമുക്ക് അതിനെ ക്രമപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ അങ്ങയുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ഈ ഒരു ചോദ്യത്തിനെ അങ്ങ് എങ്ങനെയാണ് നേരിടുന്നത്?
ഈ ഇപ്പൊ നമ്മളിപ്പോ പിന്നെ നമ്മളിപ്പോ ഭൂമിയിൽ നിൽക്കുന്നു, ഇപ്പൊ വെയിലത്ത് നിൽക്കുന്ന അതേ പിന്നെ അവസ്ഥ ഒരു മാറി നിന്ന് ഒരു മരത്തിന്റെ തണലിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ സൂര്യൻ നമുക്ക് വെയിലിൽ നിൽക്കുന്ന സമയത്ത് സൂര്യൻ മുകളിലുണ്ട്, ചൂടുണ്ട്, എല്ലാം അവിടെ ഉണ്ട്. പക്ഷെ ഈ മരത്തിന്റെ ഷെയ്ഡിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആശ്വാസം, കംഫർട്ട് ഉണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം? അപ്പൊ ഒരു അരയടി വ്യത്യാസത്തിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ ഓരോ സ്പേസും, ഇപ്പൊ ഒരാൾക്ക് 5 സെന്റ് സ്ഥലം ഉണ്ടാവും, അതിൽ 10 സെന്റ് സ്ഥലം ഉണ്ടാവും. അതിൽ ഇപ്പൊ ഈ ഭൂമിയുടെ ഒരു ഭാഗമാണ് അത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അതിന്റെ എനർജി ലെവലിൽ യൂണിഫോമിറ്റി ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വീടുണ്ട്. അപ്പൊ നമ്മൾ പറയും എന്റെ വടക്ക് വശത്ത് എന്ന് പറയുമ്പോ മറ്റയാള് പറയുന്നത് എന്റെ തെക്ക് വശത്ത്. അതെ. അപ്പൊ തെക്കും വടക്കും ഉണ്ടോന്ന് വെച്ചാൽ അത് വലിയൊരു ചോദ്യമായിട്ട് വരും. അങ്ങനെ ഒരു ഡെഫിനേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പക്ഷേ സൗകര്യപൂർവ്വം നമുക്ക് വ്യാവഹാരിക സത്യത്തിൽ നമ്മളത് പറയാതെ വയ്യ. ഇപ്പൊ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, സൂര്യൻ എവിടെ ഉദിക്കുന്നോ അത് കിഴക്ക് എന്നുള്ള പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത്. അല്ലാതെ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു നമുക്ക് പറയാൻ വയ്യ. അപ്പൊ ആ ഒരു ഇതാണ് നമ്മുടെ സ്പേസിൽ ഇപ്പൊ ഈ ഭൂമിയിലെ എല്ലാ ഭാഗങ്ങളും ഒരേ എനർജി ലെവൽ അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്പേസിൽ നമ്മളിപ്പോ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തുള്ള എനർജിയുടെ ഇതനുസരിച്ചിരിക്കും ആ എന്താ പറയാ ആ സ്പേസ് അതിന്റെ കംഫർട്ട് സോൺ നിർണ്ണയിക്കുന്നത്. ഇപ്പോ കൺവെൻഷണൽ വാസ്തു എക്സ്പേർട്സ് ആണെങ്കിൽ പോലും ഒരാൾക്ക് 1 ഏക്കർ സ്ഥലം അല്ലെങ്കിൽ 10 ഏക്കർ സ്ഥലമുണ്ട്, നിങ്ങൾക്ക് ഇത്രയും സ്ഥലം ഉണ്ടല്ലോ, എവിടെയെങ്കിലും വീട് വെച്ചോ എന്ന് പറയുന്നില്ല. ആ വീട് വെക്കാൻ യോഗ്യമായ ഒരു സ്ഥലം കൃത്യമായിട്ടും ഇയർ മാർക്ക് ചെയ്തിട്ടാണ് അവിടെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്പേസിന് തീർച്ചയായിട്ടും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എനർജി ബേസ്ഡ് ഇമ്പോർട്ടൻസ് അവിടെ വരുന്നുണ്ട്. അത് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ഐഡന്റിഫിക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ എനർജി യഥാർത്ഥത്തിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഈ മാച്ചിങ് എനർജിയും ഉണ്ട്, അതുപോലെ തന്നെ മാച്ച് ചെയ്യാത്ത മിസ്മാച്ചിങ് എനർജിയും ഉണ്ട്. അപ്പോൾ അത് വ്യക്തികൾ തമ്മിലാകാം, ചിലപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ തന്നെ ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഓഫ് എൻറ്റിറ്റീസ് ലൈക്ക് അങ്ങനെ ആകാം. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഊർജ്ജ പ്രവാഹങ്ങളും അങ്ങ് പറഞ്ഞ പോലെ ഊർജ്ജ സംഘർഷങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഊർജ്ജ സംഘർഷങ്ങളെ നമുക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനെയാണോ ബിൽഡിംഗ് ബയോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെ, തീർച്ചയായും. ആ സംഘർഷഭരിതമായിട്ടുള്ള ഊർജങ്ങളെ നമുക്ക് ബാലൻസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ബിൽഡിംഗ് ബയോളജിയിൽ ഞാൻ ചെയ്യുന്നത്. ആ ചെയ്യുന്ന പ്രക്രിയക്ക് ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നത് പിരമിഡ്. പിരമിഡ് ഒരു ഗ്രീക്ക് പദമാണ്. ഫയർ അമീഡ് എന്നുള്ളതാണ് അതിന്റെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള 2 വാക്കുകൾ ചേർന്നത്. ഫയർ എന്ന് വെച്ചാൽ ഗ്രീക്ക് ഭാഷയിലുള്ള ഫയർ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഫയർ അമീഡ് എന്ന് വെച്ചാൽ ഇൻ ദി മിഡ്സ്റ്റ് ഓഫ്, അല്ലെങ്കിൽ ഫയർ അറ്റ് ദി സെന്റർ. നമ്മുടെ പഞ്ചഭൂതങ്ങളിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എനർജി ഘടകമാണ് അഗ്നി, അതെ, ഫയർ എന്നുള്ളത്. ആ പിരമിഡ് പിന്നെ മാത്തമാറ്റിക്സും ഫിസിക്സും തമ്മിലുള്ള കൃത്യമായിട്ടുള്ള ഒരു സിങ്കർണൈസേഷനാണ്. കോസ്മിക് എനർജി റിസീവ് ചെയ്ത് ഒരു എനർജി ഫീൽഡ് അത് സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഉണ്ട്. പക്ഷെ സാധാരണഗതിയിൽ പിരമിഡിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ഈജിപ്തിലെ പിരമിഡുകൾ, മമ്മികൾ, അവിടുത്തെ ഫറോസ് മരിച്ചു കഴിഞ്ഞാൽ സൂക്ഷിച്ച് ഡീകമ്പോസിഷൻ വരാതെ സൂക്ഷിക്കുന്ന ഒരു സാധനമായിട്ട് മാത്രമാണ് നമ്മൾ സ്കൂളിലൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ അതല്ല, അത് എനർജി സയൻസിന്റെ ഒരു വലിയ ഒരു ഭണ്ഡാരം തന്നെയാണ്. അത് പല മേഖലകളിൽ അത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നു. അപ്പോൾ ഞാൻ ഇത് പഠിച്ചത് തന്നെ ഡോക്ടർ ജിതൻ ഭട്ട്, ബറോഡയിലുള്ള, ഗുജറാത്തിലെ ബറോഡയിലുള്ള അദ്ദേഹത്തിൽ ഈ കാര്യത്തിൽ ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് എങ്ങനെ വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന് ഇതൊരു സൊല്യൂഷൻ ഉണ്ടാക്കാമെന്നുള്ള റിസർച്ച് നടത്തിയതിന്റെ പര്യവസാനമാണ് അദ്ദേഹത്തിന്റെ കീഴിൽ എനിക്ക് പഠിക്കാനും പറ്റി. അങ്ങനെയാണ് ഞാനിത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ. സാധാരണ വാസ്തു എന്ന് പറയുമ്പോഴത്തേക്ക് പൊളിക്കൽ ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ അങ്ങനെയുള്ള പൊളിക്കലുകളുണ്ടോ? പൊളിക്കലില്ല. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മുടെ സ്പേസ് നമ്മൾ എനർജൈസ് ചെയ്തിട്ട് അതിന് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൊണ്ടുവന്ന് നമ്മുടെ വെൽനെസിന്റെ ലെവൽ കൂട്ടുക എന്നുള്ളതാണ്.
അപ്പോൾ ഇത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മഴയത്ത് നമ്മൾ കുട പിടിക്കുന്നല്ലോ, ഒരു അംബ്രല്ല പ്രൊട്ടക്ഷൻ. നമ്മുടെ കയ്യിൽ ഒരു കുടയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് നനയാതെ പോകാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ബോധറേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു അംബ്രല്ല പ്രൊട്ടക്ഷൻ നമ്മളുടെ ഏത് സ്പേസ്, അപ്പൊ ഏത് വീടായാലും ശരി, ഓഫീസ് സ്പേസ് ആയാലും ശരി, ഇപ്പോൾ അപ്പാർട്ട്മെന്റ് സമുച്ചയം, ഇപ്പോൾ ബഹുനില കെട്ടിടത്തിന്റെ ഇത് വരുന്നുണ്ട്. ചില കൺവെൻഷണൽ വാസ്തുക്കാർ പറയും അപ്പാർട്ട്മെന്റിൽ വാസ്തു ബാധകമല്ല. പക്ഷെ അങ്ങനെയില്ല. ഏത് സ്പേസ് ആണോ നമുക്ക് ഒരു ഇംബാലൻസ് എനർജി നിൽക്കുന്നത് അതിന് നമുക്ക് അനുകൂലമായിട്ട് ഞാൻ പറഞ്ഞ പോലെ അംബ്രല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പോലെ കുടയുണ്ടെങ്കിൽ നമുക്ക് മഴ കൊള്ളാതെ നമുക്ക് പോകാൻ ആ ഒരു അവസ്ഥയുണ്ടല്ലോ. അതേപോലെ നമ്മൾ സ്പേസ് മാത്രം എനർജൈസ് ചെയ്തിട്ട് നമുക്ക് അനുകൂലമായിട്ട് നമ്മുടെ വെൽനസ് കൂട്ടാൻ അത് സഹായിക്കുന്ന തരത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെ, അത് വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ്. കാരണം അംബ്രല്ല പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് മാത്രം നമ്മൾ എടുക്കുക, പിന്നെ അതുപോലെ വെയിലിൽ നിന്നും മഴയിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ കഴിയും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നത് ഈ പിന്നെ ഒരു ഒട്ടകത്തിനെ, മരുഭൂമിയിൽ സ്ഥിരം സഞ്ചരിക്കുന്ന ഒട്ടകത്തിനെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവന്നു, ഒരു നാട്ടിൻപുറത്ത് കൊണ്ടുവന്നപ്പോൾ ഈ ഒട്ടകം നടക്കാൻ കുറച്ച് ഹെസിറ്റൻ്റ് ആയിരുന്നൊരു കഥയുണ്ട്. അപ്പോൾ മടി പിടിച്ചിരുന്ന ഒട്ടകത്തിന് ഒന്നുകിൽ ഒരു വഴിയേ ഉള്ളൂ, പോകുന്ന വഴിയെല്ലാം നമ്മൾ മണൽ നിറങ്ങി. അപ്പോൾ അത് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഈ ഒട്ടകത്തിന് മണൽ നിറച്ച 4 ഷൂസ് അതിന് ധരിപ്പിക്കുന്നു. അപ്പോൾ അത് ചവിട്ടുന്നിടത്തെല്ലാം മണലുണ്ടെന്ന് ഫീൽ ഉണ്ടാകുന്നത്. അപ്പോൾ ലൈക്ക് ദാറ്റ് ഇത് വളരെ രസകരമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ആണ് അങ്ങ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ പിരമിഡിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ശരിക്കും പിരമിഡ് നമ്മൾ ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നെങ്കിലും ശരിക്കും ഭാരതീയ ദർശനങ്ങളിലാണ് ഇതിൻ്റെ ഉറവിടം എന്ന് തോന്നുന്നു. കാരണം ഇവിടെ പണ്ട് സെയിൻസ് ഇങ്ങനെ ബ്ലസ് ചെയ്യുന്നത് ഈ ഒരു ആംഗിളിലാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു ആംഗിള് 45 ഡിഗ്രി. അതെ, അപ്പോൾ ഫിസിക്സിലും ഈ റിഫ്ലക്ഷൻസിന്റെ ഒരു കഥ പറയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സയൻസ് പറയുമ്പോൾ ഈ 45 ഡിഗ്രി ആംഗിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ശാസ്ത്രീയമായിട്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നതാണ് ബിൽഡിംഗ് ബയോളജി അല്ലേ? തീർച്ചയായും. അതിന്റെ കൂട്ടത്തിൽ ഒരു ഞാൻ ചേർക്കട്ടെ. അതായത് നാച്ചുറൽ പിരമിഡ് നോക്കി നമ്മള് ഇപ്പൊ മാൻമെയ്ഡ് പിരമിഡ്സിനെ കുറിച്ച് നമ്മളിപ്പോ ഈജിപ്തിലും ബാക്കിയുള്ള സ്ഥലത്തും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇപ്പൊ സൗത്ത് ബാംഗ്ലൂരിൽ ഒരു പിരമിഡ് വാലി എന്ന് പറഞ്ഞ ഒരു വലിയ പിരമിഡ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് 2005. 5000 പേർ, അതൊരു സ്പെസിഫിക് പേർപ്പസിന് വേണ്ടിയാണ്, മെഡിറ്റേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ആ പിരമിഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 5 വർഷം എടുത്തു, അത് 5 വർഷം കൊണ്ടാണ് അത് കംപ്ലീറ്റ് ആക്കിയത്. 5000 പേർക്ക് അതിനകത്ത് ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ്. ഇപ്പോൾ പല എനർജി റിലേറ്റഡ് സെമിനാർസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ആന്ധ്രയിലും ഹൈദരാബാദിലും അതേ സിമിലർ ഒരു പിരമിഡ് ഒരു അത്രയും അതേ സെയിം റിപ്ലിക്ക അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ നാച്ചുറൽ പിരമിഡ് എന്ന് പറയുമ്പോൾ ശരിക്കും നാച്ചുറൽ പിരമിഡ് സത്യത്തിൽ നമ്മളുടെ കൈലാസമാണ്. അതെ, ഞാൻ അതാ പറയാൻ വന്നത്. അപ്പൊ നമ്മുടെ ചുറ്റാകെ തന്നെ കുന്നുകൾ, ധാരാളം കുന്നുകളുണ്ട്. ഇപ്പൊ കുന്നുകളുടെ ഷേപ്പ് യഥാർത്ഥത്തിൽ ചെറിയ രീതിയിലാണ്, അത്രയും സിമെട്രിക്കൽ അല്ലേ? അത് മാത്രമല്ല നമ്മളുടെ പുരാതന കാലത്തുള്ള വേദിക് ആർക്കിടെക്ചർ നോക്കിക്കഴിഞ്ഞാൽ അത് അമ്പലമായാലും പള്ളിയായാലും മോസ്കായാലും ഈവൻ താജ്മഹൽ പിരമിഡിന്റെ മെഷർമെന്റിലാണ് അത് നിൽക്കുന്നത്. അത് നമ്മൾ ആ മിനാറുകളും അതിന്റെ സെന്ററിൽ നിന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു പിരമിഡ് തീർച്ചയായും ആ ഒരു അവസ്ഥ നമുക്ക് കാണാം. അതെ. അപ്പോൾ അങ്ങനെ റെക്കി ഹീലർ കൂടിയാണ്. അപ്പോൾ റെക്കിയിൽ നമ്മൾ യഥാർത്ഥത്തിൽ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ പിരമിഡ് ഇങ്ങനെ നമ്മൾ മെന്റൽ ഫ്രെയിമിൽ അത് കൺസ്ട്രക്ട് ചെയ്തിട്ട് നമ്മൾ അതിനകത്താണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഈ പിരമിഡിൻ്റെ രസകരമായ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് 1-2 പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെയാണ് പിരമിഡിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? പിരമിഡിൻ്റെ മീൻസ് നമുക്ക് ഇത്രയും ഒറിജിനൽ ആയിട്ടുള്ള, അതായത് ക്രിസ്റ്റൽ അല്ലാതെ നമുക്ക് സാധാരണ കാർഡ് ബോർഡിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. കൺസ്ട്രക്ഷനുള്ള മെറ്റീരിയൽ അല്ല ഇമ്പോർട്ടന്റ്. അതിന്റെ ആംഗിളും അതിന്റെ ആ മെഷർമെന്റിന്റെ പെർഫെക്ഷൻ ആണ് പിരമിഡിന്റെ പവർ, കോസ്മിക് എനർജി റിസീവ് ചെയ്യാനുള്ള ടെക്നോളജി അതിനകത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഈ വാസ്തു കറക്ഷന്റെ ടൂളായിട്ട് മാത്രമല്ല വേറെ പല കാര്യങ്ങൾക്കും നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ഈവൻ ഇപ്പോൾ ഒരു നമ്മൾ ബെഡ്റൂമിൽ ഒരു വൈഡർ ഫ്രെയിം, വെറും ജസ്റ്റ് ഫ്രെയിം, പിരമിഡിന്റെ ആ മെഷർമെന്റിന്റെ ഒരു എക്സ്പാൻഡഡ് വേർഷൻ ആയിട്ടുള്ള ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ട് ബെഡിന്റെ മുകളിൽ വെക്കുക, അതിനകത്ത് ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് വളരെ സുഖമായിട്ട് അൺഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് കിട്ടാനുള്ള സഹായിക്കും. അല്ല, എന്നാലും ഞാനത് എക്സ്പീരിയൻസ് ചെയ്തു. കാരണം പിരമിഡ് വെച്ച റൂമിലാണ്, ഈ ഫ്ലാറ്റിലാണ് ഞാൻ ഉറങ്ങിയത്. അപ്പോൾ എനിക്കത് നന്നായിട്ടത് ഫീൽ ചെയ്തു. പിന്നെ അപ്പൊ അത് കൂടാതെ ചെറിയ കാര്യം, ചെറുതെന്ന് പറയാൻ പറ്റില്ല, ഒന്നും ചെറുതായിട്ട് നമ്മൾ കാണേണ്ട കാര്യം. ഇപ്പൊ ഈ പിരമിഡിനകത്ത് നമ്മൾ ഇപ്പോ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ വെക്കുകയാണെങ്കിൽ അത് ഡീകമ്പോസിഷൻ നടക്കാതെ കുറെ കാലം ഡീഹൈഡ്രേഷൻ മാത്രമേ സംഭവിക്കുള്ളൂ. കമ്പോസിഷൻ ഉണ്ടാവാതെ കുറെ ദിവസങ്ങൾ മാസങ്ങളോളം ആണെങ്കിൽ അത് സൂക്ഷിക്കണം. ഈ പ്രിൻസിപ്പിളാണ് ഈ മമ്മി സൂക്ഷിക്കുന്നതിന്റെ കാര്യങ്ങൾ. അതുപോലെ ഡെഡ് ബാറ്ററീസ് നമ്മൾ അതിനകത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരാഴ്ച 10 ദിവസം വെച്ച് കഴിഞ്ഞാൽ അത് ചാർജ് അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കയറുന്നതായി കാണുന്നു. അതുപോലെ യൂസ് ചെയ്യുന്ന റേസർ ബ്ലേഡുകൾ അത് നമ്മൾ അതിനകത്ത് വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിന് പൂർവാധികം
മുൻപുണ്ടായിരുന്ന ആ മൂർച്ചയുടെ അതേ അളവിൽ മൂർച്ച കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഞാൻ നിത്യം ഉപയോഗിക്കുന്ന കുറെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇത് ഞാനും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ടൊമാറ്റോയും അതുപോലെ തന്നെ ഈ റൈസറും വെച്ച് ഞാനും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പിരമിഡിൻ്റെ ഈ ഒരു വലിയ ശാസ്ത്രം ആണ് പിരമിഡ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നടക്കുന്ന ആകർഷണ വികർഷണങ്ങളുണ്ട്. അതായത് പലതരത്തിലുള്ള സാധനങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട്. അപ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കുമ്പോൾ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, നല്ല ഫ്രഷായിട്ട് പോകുന്നു. അപ്പോൾ മറുവശത്തൂടെ പോകുന്നൊരു ബസ്സിൽ നമുക്ക് എനിമിറ്റിയുള്ള അല്ലെങ്കിൽ നമ്മുടെ ശത്രുവായ ഒരാൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ആൾ നമ്മൾ കണ്ടില്ല, പക്ഷെ നമ്മൾ ആ ആളിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് മുഴുവൻ അജിറ്റേറ്റഡ് ആവുന്നു, ഡിസ്റ്റർബ്ഡ് ആവുന്നു. അപ്പോൾ അതൊരു തരത്തിലുള്ള ഒരു എനർജിയുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. പക്ഷെ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇന്നലെ അങ്ങ് പറഞ്ഞൊരു കാര്യം വെച്ചാൽ സ്റ്റേറ്റിക് എനർജി പലപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിന്തറ്റിക് പെയിന്റുകൾ പൂശി വാളുകളുടെ അടുത്ത് പോകുമ്പോൾ നമ്മുടെ മുടി എഴുന്നേറ്റിരിക്കുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഇൻഫ്ലുവൻസുകളാണ് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ്, എസ്പെഷ്യലി ഇൻസൈഡ് അവർ ഹോം അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങ് വിശദീകരിക്കാമോ? ഇപ്പോൾ പണ്ടത്തെ വീടുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ അതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, മരം, മെറ്റൽ പാർട്സ് കുറവായിരിക്കും. ഈവൻ നമ്മുടെ ഹിഞ്ചസ്, വിജാഗരി എന്ന് പറയുന്നത് വാതിലുകളിൽ, ഓടാമ്പലുകൾ, ഇതെല്ലാം മരത്തിന്റെ തന്നെയാണ്. ഇന്നത്തെ ആധുനിക യുഗത്തിൽ എല്ലാം മെറ്റൽ പാർട്സ് കൂടുതൽ വന്നു, കെമിക്കൽസ് വന്നു, സിമെന്റ്, കമ്പി, പിന്നെ പെയിന്റ്, ഇതെല്ലാം സിന്തറ്റിക് മെറ്റീരിയൽസ് ആണ്. പിന്നെ അത് കൂടാതെ ഏറ്റവും നമ്മളെ സ്വാധീനിക്കുന്ന ഒരു എനർജിയാണ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമുക്കിപ്പോൾ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇലക്ട്രിസിറ്റി അഗ്രസീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. എല്ലാ അഗ്രസീവ് എനർജിയും നെഗറ്റീവ് റിസൾട്ട് ഉണ്ട്. അപ്പോൾ നമ്മളൊരു വീട്ടില് ഇപ്പോൾ ആദ്യം ചെയ്യുന്നത് ഇലക്ട്രിക് കണക്ഷൻ എടുക്കുന്ന, അപ്പോൾ വീടിന്റെ ഈ ഭിത്തിക്കകത്ത് കൂടെ കംപ്ലീറ്റ് എനർജി ഫ്ലോ, ഈ ഇലക്ട്രിക് എനർജിയുടെ ഫ്ലോ ഉണ്ട്. പിന്നെ പല രൂപത്തിൽ നമ്മൾ അതിന് പ്രയോജനപ്പെടുത്തും. ലൈറ്റിന്റെ രൂപത്തിലായാലും, ഫാനിന്റെ, എയർ കണ്ടീഷണർ, ഫ്രിഡ്ജ്, കമ്പ്യൂട്ടർ, ഇനി ഒന്നും വേണ്ട. അപ്പോൾ സദാസമയം വീടിനകത്ത് ഈ എനർജി ഫ്ലോ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഇതിന്റെ അഗ്രസീവ് എനർജി ആയതുകൊണ്ട് തന്നെ ഇത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് ഇപ്പോൾ എത്ര തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ പോലും ഇതിന്റെ കോൺട്രിബ്യൂഷൻ കൊണ്ട് അത് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ അത് കാരണമാവുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ എനർജി പോസിറ്റീവ് എനർജി കുറഞ്ഞിട്ടുള്ള സ്ഥലമാണെങ്കിൽ ഇതിന്റെ ഇൻഫ്ലുവൻസ് കൂടി വരുമ്പോൾ അത് ഒരു മൈനസ് ലെവലിലേക്ക് പോകുമ്പോൾ അത് നെഗറ്റീവ് റിസൾട്ടിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഷഡാധാരങ്ങളിലുള്ള എനർജി ഫ്ലോ ആയിട്ട് അത് കോൺഫ്ലിക്റ്റ് ചെയ്യും. അതിന്റെ ഇൻഫ്ലുവൻസ് വന്നു കഴിയുമ്പോൾ നമുക്ക് മാനസികമായും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, അതിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരു നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുന്ന തരത്തിൽ ഉണ്ടാകും. പക്ഷെ അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മളിപ്പോ ഒരു എയർ കണ്ടീഷൻ ഉപയോഗിക്കുന്നത് ചൂടിന്റെ അസഹ്യത കൊണ്ട് മാത്രം. അപ്പോൾ ആ ഒരു കംഫർട്ട്, തണുപ്പ്, ശരീരം തണുക്കുമെങ്കിലും പക്ഷെ ഇതിന്റെ സ്വാധീനം നമ്മൾ അറിയുന്നില്ല, അത് നെഗറ്റീവ് സ്വാധീനം. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പോൾ ഇടയ്ക്ക് ആൾക്കാർ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങ് പറഞ്ഞൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള പോയിന്റാണ്. നമ്മളിപ്പോൾ വളരെയേറെ ഇലക്ട്രിസിറ്റി നിറഞ്ഞൊരു യുഗത്തിലാണ് ജീവിക്കുന്നത്. എസ്പെഷ്യലി നമ്മുടെ കയ്യിൽ ചില ഡിവൈസുകൾ എപ്പോഴും കാണും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് വരികയാണ് ഇങ്ങനെയുള്ള എനർജിയിലേക്ക്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സംഭാഷണത്തിൽ ഒരാൾ ചോദിച്ചതാണ്, പണ്ട് കാലങ്ങളിലൊക്കെ ഈ യക്ഷി, ഭൂതപ്രേത, പിശാചുക്കൾ ഇങ്ങനെയൊക്കെയുള്ള എൻറ്റിറ്റീസിനെ പലർക്കും കാണാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ നവേഡേയ്സ് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങനെ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള റീസണായിട്ട് അങ്ങ് ഈ പറഞ്ഞ പോയിന്റ് നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മുടെ ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതായത് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വയേഴ്സ്, ഈ വയേഴ്സിലെല്ലാം പലതരത്തിലുള്ള എനർജീസ് ഉണ്ട്. പിന്നെ മാത്രമല്ല നമുക്ക് ഇൻവിസിബിളായ ഒരുപാട് തരംഗങ്ങൾ നമ്മുടെ ചുറ്റാകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ മാഗ്നിറ്റ്യൂഡ് കൂടുമ്പോൾ മറ്റുള്ള എൻറ്റിറ്റീസിനെ ശരിക്കും പറഞ്ഞാൽ അവ ഇവിടുന്ന് റിപ്പൽ ചെയ്ത് പോകുന്നു എന്നുള്ളതൊരു എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലേ? അത് പറ്റും, തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ എനർജി നമ്മളെ വളരെയേറെ സ്വാധീനിക്കുകയും അതുപോലെ തന്നെ നമ്മളെ മനസ്സിലാക്കുകയും. അപ്പോൾ അങ്ങയുടെ ഈ സിസ്റ്റത്തിൽ ഒരു ബിൽഡിങ്ങിലേക്ക് വരുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് വരിക, അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. കറക്റ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ അങ്ങ് ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരു ബിൽഡിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ബിൽഡിംഗ് കെട്ടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമാണെങ്കിലും അതിന്റെ ബേസിക് എനർജി ഏത് തരത്തിലുള്ളതാണെന്നാണ് ആദ്യം തിരിച്ചറിയുന്നത്. അപ്പോൾ ആ തിരിച്ചറിവിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ബേസിക് എനർജി എന്ന് പറയുമ്പോൾ ലാൻഡ് എനർജി, അത് എത്ര തരം എനർജി അങ്ങനെ ഉണ്ടോ? അങ്ങനെ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് അങ്ങനെ നമ്മൾ സൗകര്യത്തിന് വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ എനർജി
ഇംബാലൻസ് ആണ് അവിടെ നമ്മൾ നോക്കുന്നത്. ഓക്കെ ഓക്കെ. ആ എനർജി ഇംബാലൻസ് ആണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരങ്ങളിലേക്ക് അത് പോകുന്നത്. ശരി. ഇപ്പോൾ എനർജി ഇംബാലൻസ് കൂടിയ ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. നമ്മളതിന് നെഗറ്റീവ് എനർജി നമ്മൾ വിളിപ്പേര് കൊടുക്കുന്നത് മാത്രം. സത്യത്തിൽ സ്ട്രെസ്ഫുൾ എനർജിയാണ് അത് നിൽക്കുന്നത്. ആ ഇംബാലൻസ് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിന്റെ കാരണങ്ങൾ പലതാണ്. ജനറലി ലാൻഡ് എനർജി ഇംബാലൻസ്ഡ് ആണെങ്കിൽ അതിനൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ജിയോപതിക് സ്ട്രെസ് നമ്മൾ വിളിക്കാവുന്ന ഒരു അവസ്ഥയാണ്. ജിയോപതിക് സ്ട്രെസ്, ആ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഭൂമി എന്നുള്ളത്. ആ ജിയോയിലുണ്ടാവുന്ന സ്ട്രെസ്ഫുൾ എനർജി കൊണ്ടാണ് ഈ ജിയോപതിക് സ്ട്രെസ് ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ അത് മനസ്സിലാക്കാതെ ഒരു കൺസ്ട്രക്ഷൻ വീട് വെച്ചു എന്നിരിക്കട്ടെ, ആ വീട് വെക്കുന്ന സമയത്ത് ആ വീടിന്റെ സ്പേസിനകത്ത് ഈ സ്ട്രെസ്ഫുൾ എനർജി പ്രിവെയിൽ ചെയ്യും. അപ്പൊ ആ എനർജി ഉള്ള സ്ഥലത്ത് ഒരാൾ വീട് വെച്ച് താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ക്രമേണ ആ എനർജി നമ്മളുടെ എനർജിയായിട്ട് നിരന്തരമായിട്ട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ അത് തീർച്ചയായിട്ടും ആ എനർജി ആയിരിക്കും നമ്മൾ ഓവർ പവർ ചെയ്യുന്നത്. കാരണം നമ്മളുടെ ഇൻഡിവിജ്വൽ എനർജിക്കാളും പവർഫുൾ ആയിരിക്കും ആ സ്പേസിലെ എനർജി. അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ നമ്മൾ കീഴ്പ്പെട്ടു പോവുകയും നമുക്ക് മാനസികമായും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ട ഒരു അവസ്ഥ ഓക്കെ. അപ്പോൾ ഈ ജിയോ സ്ട്രെസ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ട്രഡീഷണൽ വാസ്തുവിൽ പോകുമ്പോഴത്തേക്ക് നോക്കാറുണ്ട് അവിടുത്തെ മണ്ണിൻ്റെ ഈ നിറം, അതുപോലെ തന്നെ അതിൻ്റെ മണം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അപ്പോൾ വേറെ ഒരുപാട് ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങയുടെ കോൺസെപ്റ്റിൽ ജിയോ സ്ട്രെസ്സിനെ ഉണ്ടാകാൻ കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ബേസിക് കോസസ് എന്തൊക്കെയാണ്? ഇപ്പോൾ പാരമ്പര്യമായിട്ടുള്ള വാസ്തു കൺസൾട്ടൻസ് ഇത് സ്ഥലം വന്ന് നോക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അവർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് മാത്രമേ വീട് വെക്കാൻ അനുവദിക്കാറുള്ളൂ. അതെ. പക്ഷേ ഇപ്പോൾ നമ്മുടെ മോഡേൺ ആ ഒരു ഇപ്പോഴത്തെ പുതു ഇതില് നമുക്ക് അങ്ങനെ ഒരു സൗകര്യം ഇല്ല. നമ്മളുടെ കൺവീനിയൻസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ സ്ഥലം വാങ്ങുന്നു. ഇപ്പോൾ ഓഫീസിൽ പോകാനുള്ള സൗകര്യം, അല്ലെങ്കിൽ മക്കളുടെ എന്താ സ്കൂൾസിന്റെ അടുത്തുള്ള ഒരു സ്പേസ് കാണുന്നു, അവിടെ സ്ഥലം വാങ്ങുന്നു, അവിടെ വീട് വെക്കുന്നു. പക്ഷേ ഇപ്പോൾ 5 or 10 സെന്റോ അല്ലെങ്കിൽ 15 സെന്റോ സ്ഥലം വാങ്ങി വീട് വെക്കുമ്പോൾ ആ വീടിന് പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ നോക്കാൻ തയ്യാറല്ല ഒന്നും. അപ്പോൾ പലരും അത് ഇഗ്നോർ ചെയ്യണം. കാരണം അതൊരു അന്ധവിശ്വാസം എന്നുള്ള ഒരു ലെവലിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അതിന് താല്പര്യമുള്ള വ്യക്തികൾ ഒരു വാസ്തു വിദഗ്ധനെ കൊണ്ട് കാണിക്കുന്നില്ല. ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ട് പ്ലാൻ വരച്ചതിന് ശേഷം അതാണ് വാസ്തു വിദഗ്ധനെ കാണിക്കുന്നത്. അതിലെ അളവുകളും സ്ഥാനങ്ങളും കൃത്യമാണെന്ന് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അത് ഓക്കെ ആണെങ്കിൽ ഈ പ്രൊസീഡ് എന്ന് പറയുന്നു. പക്ഷേ ഭൂമി നോക്കാതെ ചെയ്യുന്നു. ചില ആൾക്കാർ നിർബന്ധമായും ഭൂമിയെ കൊണ്ട് കാണിക്കുന്നുണ്ട്. സപ്പോസ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആ വിദഗ്ധൻ ഭൂമി വീട് വെക്കാൻ യോഗ്യമല്ല എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഒരു ആശയക്കുഴപ്പത്തിൽ വരും. അപ്പോൾ ആരെ ഭൂമിയെ ഉപേക്ഷിക്കണോ അതോ അത് പറഞ്ഞാളോ ഉപേക്ഷിക്കണോ എന്നുള്ളൊരു ചോദ്യം അവിടെ വരും. കൺവീനിയന്റ് ആയിട്ട് അത് പറഞ്ഞാളോ ഉപേക്ഷിക്കും. കാരണം ഇത് നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞു, നമ്മുടെ സൗകര്യം ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള സ്ഥലമാണ് എന്നുള്ളൊരു അവസ്ഥ അവിടെ ഉണ്ട്. പിന്നെ അടുത്ത ചോദ്യം പരിഹാരം വല്ലതും ഉണ്ടോ, ഷോർട്ട് കട്ട്സ്, അതെ ഇതിന് ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിഹാരം ഉണ്ടോ എന്നുള്ള ചോദ്യമാണ്. ആ പരിഹാരം നിർദ്ദേശിച്ചാലും ചെയ്താലും അത് പൂർണ്ണമായിട്ടുള്ള ഒരു പരിഹാരമായി വരുന്നില്ല എന്നുള്ളൊരു അവസ്ഥ അതിനകത്ത് വരുന്നു. അതെ 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 അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത്, അപ്പോൾ ഈ ജിയോ സ്ട്രെസ്സിന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കാം? അതിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാരണങ്ങൾ ഭൂമിയുടെ അടിയിലുള്ള എക്സസീവ് മിനറൽസിന്റെ അതിപ്രസരം അതൊരു കാരണമാണെന്ന് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രൗണ്ട് വാട്ടർ പ്രഷർ, ഗ്രൗണ്ട് വാട്ടർ സ്റ്റോറേജ് ഉണ്ടാവില്ല, അത് ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷർ. അതിപ്പോ ഗ്രൗണ്ട് വാട്ടറിൽ അല്ലെങ്കിലും ഇപ്പോൾ പുറത്ത് ഗ്രൗണ്ടിന്റെ മുകളിലാണെങ്കിലും ഇപ്പോൾ വാട്ടർ ടാങ്ക്, ഇപ്പോൾ ഒരു വീടിന്റെ മുകളിൽ വാട്ടർ ടാങ്ക് നമ്മൾ ജലസംഭരണിയായിട്ട് വീടിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ജലസംഭരണിയായിട്ട് കൺസ്ട്രക്ട് ചെയ്തു. അതിലിപ്പോ 10,000 ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാട്ടർ ടാങ്കിന്റെ നേരെ താഴെ ബെഡ്റൂം ആണെങ്കിൽ ആ സ്പേസിനകത്ത് സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഗ്രൗണ്ട് വാട്ടറിൽ. അവിടെ ഒരു വാട്ടർ ബോഡി അടിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷർ, സ്ട്രെസ്, അത് ജിയോപതിക് സ്ട്രെസ്സിന് കാരണമാകും. പിന്നെ അറിയാത്ത ഒരുപാട് 100,000 കാരണം, നമ്മൾ അറിയാത്ത കാരണം ഒന്നല്ല, നമുക്ക് എണ്ണം പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് എനർജി ഇംബാലൻസ് ആയിരിക്കും ഇതിന്റെയൊക്കെ ബേസിക്. അത് ഏത് കാരണമാണെങ്കിലും എനർജിയിലുള്ള ഇംബാലൻസ് ആണ് അത് പ്രകടമായിട്ട് നമുക്ക്
ബോധ്യപ്പെടും. ഓക്കെ. അപ്പോൾ അവിടെ സാധാരണയായിട്ട് നമ്മളിപ്പോൾ ഈ സർപ്പ ഫീൽഡ് എന്ന് പറയുന്ന സംഗതികളുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള എൻറ്റിറ്റീസിൻ്റെ പവേഴ്സ് അല്ലെങ്കിൽ അവയുടെ ഇൻഫ്ലുവൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെ സ്പെസിഫിക് ആയിട്ട് സ്കാൻ ചെയ്ത് അതിനുള്ള പരിഹാരങ്ങൾ പറയുകയാണ് സാധാരണ ട്രഡീഷണൽ വാസ്തുവിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ജനറൽ ആയിട്ട് ഇതിനെ ജിയോ സ്ട്രെസ് ആയിട്ട് കണക്കാക്കിക്കൊണ്ട് കോമൺ ആയിട്ടുള്ളൊരു ഇതാണോ കൊടുക്കുന്നത്? കോമൺ ആയിട്ട് ചെയ്യാം. കാരണം ഇതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ജിയോപതിക് സ്ട്രെസ് ഉണ്ടെങ്കിൽ ഒരു എനർജി ഇംബാലൻസ് ആണ് വരുന്നത്. ഈ പിരമിഡ് നമ്മൾ പ്രത്യേക സ്ഥാനങ്ങൾ സ്ഥാപിക്കുന്ന വഴി നമുക്ക് എനർജി ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത് കോസ്മിക് എനർജി റിസീവ് ചെയ്ത് ഒരു എനർജി ഫീൽഡ് ഉണ്ടാക്കി ഈ എക്സിസ്റ്റിംഗ് സ്ട്രെസ് തരുന്ന എനർജി ഉണ്ടല്ലോ അതിനെ ഓവർ പവർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇവിടെ ഈ ബിൽഡിംഗ് ബയോളജി കൊണ്ട് ഞാൻ ചെയ്തുകൊണ്ട് വരുന്നത്. ഇതിപ്പോ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇരുട്ടുള്ള ഒരു മുറിയിൽ വെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് ഏതെങ്കിലും രൂപത്തിലുള്ള ലൈറ്റ് അവിടെ പ്രകാശം കൊണ്ടുവന്നേ മതിയാവും അല്ലേ? അപ്പൊ അത് ഏത് തരത്തിൽ വേണേയാവും. ഇപ്പൊ നമ്മൾ ജനറലി ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇലക്ട്രിക് എനർജി കൊണ്ടുള്ള ലൈറ്റുകളാണ്. അപ്പോൾ അതില് ആ ഇരുട്ട് മാറാൻ വേണ്ടി വരുന്ന സഫീഷ്യന്റ് ആയിട്ടുള്ള വെളിച്ചം തരുന്ന ഒരു ലൈറ്റ് ഒന്നുകിൽ അത് സിംഗിൾ പവർഫുൾ ആയിട്ടുള്ള ഒരു വലിയ വാറ്റ് കൂടുതലുള്ള ഒരു ബൾബ് ഇടുക, അതല്ലെങ്കിൽ നമ്പർ ഓഫ് ബൾബ്സ് കൂടുതൽ അവിടെ ഇട്ട് നമുക്ക് പ്രകാശം തരാം. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇരുട്ട് എവിടെ പോകണമെന്ന് ആരും അന്വേഷിക്കുന്നില്ല. ആബ്സെൻസ് ഓഫ് ലൈറ്റ് മാത്രമാണ്. അപ്പോ ഇരുട്ടിനെ ഓവർ പവർ ചെയ്യുന്ന ഒരു എനർജിയാണ് ലൈറ്റ്. ഇതേ മെത്തേഡാണ് നമ്മൾ പിരമിഡ് വെക്കുമ്പോൾ കോസ്മിക് എനർജി റിസീവ് ചെയ്ത് ഒരു എനർജി ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത് ആ എനർജി എക്സിസ്റ്റിംഗ് സ്ട്രെസ്ഫുൾ എനർജിനെ ഓവർ പവർ ചെയ്യുന്നു. അപ്പൊ യു ആർ ഗെറ്റിംഗ് ദി ബെനിഫിറ്റ് ഓഫ് പോസിറ്റീവ് എനർജി കിട്ടും. ഇപ്പൊ ലൈറ്റിന്റെ ബെനിഫിറ്റ് ഇരുട്ടിനെ ഇല്ലാതാക്കുമ്പോൾ കിട്ടുന്ന പോലെ അത് ഫങ്ഷൻ ചെയ്യുന്നിടത്തോളം കാലം നമുക്ക് ആ ജിയോപതിക് സ്ട്രെസ് ഉള്ള എനർജിനെ ഓവർ പവർ ചെയ്തിട്ടുള്ള ഒരു എനർജി ഈ പിരമിഡ് മൂലം നമുക്ക് കിട്ടും. അപ്പൊ നമുക്കത് നമ്മുടെ വെൽനെസ്സിനെ, നമ്മുടെ തോട്ട് പാറ്റേൺ എല്ലാത്തിനും അത് സ്വാധീനിക്കുന്നു. ഓക്കെ. അപ്പോൾ അത് സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകൾ ഇപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ ഈ ഡൗസിംഗ് പെൻഡുലം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ അങ്ങ് യൂസ് ചെയ്യുന്ന എനർജി ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് എന്താണ്? തുടക്കത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഡൗസിംഗ് റോഡ്സ് ആണ് ഉപയോഗിച്ചത്, പെൻഡുലം ഉപയോഗിച്ചത്. ഇപ്പോൾ അതിന് കുറച്ച് കാലമായിട്ട് അതിനൊരു സ്പെസിഫിക് ഡിവൈസ് എനിക്ക് കിട്ടി. ഒരു ജർമ്മൻ ഡിവൈസാണ് അത്. ഏണസ്റ്റ് ലെച്ചർ അതാണ്. അദ്ദേഹം ഒരു ഫിസിസ്റ്റാണ്. അദ്ദേഹം കണ്ടുപിടിച്ചൊരു ആന്റിനയുണ്ട്, ഏണസ്റ്റ് ലെച്ചേഴ്സ് ആന്റിന എന്നാണ് അതിന്റെ പേര് തന്നെ. ഏണസ്റ്റ് ലെച്ചർ എന്നുള്ള ഫിസിസ്റ്റ് കണ്ടുപിടിച്ച ഒരു ഉപകരണമാണ്. അതിനകത്ത് അത് ഒരു നാനോ ടെക്നോളജി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസാണ്. അപ്പോൾ വേറെ ബാഹ്യമായിട്ടുള്ള ശക്തിയൊന്നുമില്ല, ബാറ്ററിയോ അതുപോലത്തെ വേറെ ഒരു കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്രവർത്തിക്കുന്ന എനർജിയുടെ സ്വാധീനം കൊണ്ട് മാത്രം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. അത് ഏത് തരം എനർജി സ്ട്രെസ്സും അത് തിരിച്ചറിയാനുള്ള ഒരു ഡിവൈസാണ്. ഭൂമിയുടെയോ കെട്ടിടത്തിന്റെയോ മാത്രമല്ല, എല്ലാ എനി ഓബ്ജക്ട്സ് നമ്മൾ പരിചയമുള്ള അല്ലെങ്കിൽ കാണുന്ന എല്ലാ ഓബ്ജക്ട്സിന്റെയും എനർജി തിരിച്ചറിയാൻ പറ്റും. ഓരോ ഓബ്ജക്ട്സിനും ഓരോ തരത്തിലുള്ള എനർജിയാണ് നിലനിൽക്കുന്നത്. അതുകൂടാതെ മനുഷ്യ ശരീരത്തിലെ എനർജി ഊർജ്ജ പ്രവാഹം അത് തിരിച്ചറിയാൻ പറ്റും. ഷടാധാരങ്ങളിലുള്ള ഊർജ്ജ പ്രവാഹം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തടസ്സം വരുന്നുണ്ടോ എന്ന് വരെ ഈ ഡിവൈസ് വെച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഡിവൈസ് ഒന്ന് കാണിക്കാമോ? തീർച്ചയായിട്ടും. വളരെ നിസ്സാരം അല്ലെങ്കിൽ ചെറുതാണെന്ന് കാഴ്ചക്ക് തോന്നുന്ന ഒരു ഡിവൈസാണ് ഇത്. ഇതിനകത്ത് ഇത്രയും സ്കെയിൽസ് ഉണ്ട്. ഇപ്പൊ ഇതിനൊരു കഴ്സർ ഉണ്ട്. ഈ കഴ്സർ നമ്മൾ ഏത് കാര്യത്തിനാണോ നമ്മൾ എനർജി പരിശോധിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിന്റെ പ്രത്യേക സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സിൽ ആണ് നമ്മൾ വെക്കുന്നത്. ഇപ്പോൾ ഭൂമിയുടെ അല്ല ഒരു സ്ഥലത്തിന്റെ എനർജിയാണ് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്പെസിഫിക് സെറ്റിംഗ് വെച്ചു. ഇപ്പൊ ഒരു സെറ്റിങ്സ് വെച്ചു. ഇപ്പൊ ഇവിടുത്തെ എനർജി പോസിറ്റീവ് ആണോ? വെക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്? ഏതാ ഇങ്ങനെ വെക്കുന്നതിന്റെ അല്ല ഒരു സ്പെസിഫിക് നമ്പർ നമ്മൾ വെക്കുന്നത് ഉണ്ട്. അത് ഈ ഏണസ്റ്റ് ലെക്ചർ എന്നുള്ള അദ്ദേഹം ഓരോന്നിനും സ്പെസിഫിക് ആയിട്ട് ആ സ്കെയിൽ കഴ്സറിന്റെ അത് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അത് ഇന്റൻസിറ്റി നോക്കാനാണോ? അതിന്റെ ഒരു തീവ്രത നോക്കാനാണോ? ആ ഭാഗത്തെ ആ ഭാഗത്തെ തീവ്രതയല്ല. നമ്മളിപ്പോ വെച്ചിരിക്കുന്ന ഈ ഒരു സെറ്റിങ്സ്
ഈ സ്പേസിലെ എനർജി പോസിറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ഇതിന് അത് തരും. നെഗറ്റീവ് ആണോ ഞാൻ ചോദിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ നമ്പറിലേക്ക് അത് പിടിച്ചു വെക്കുന്നതിന്റെ അതെ, അത് ആ ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് ഇയർ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് അദ്ദേഹം തന്നെ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈസി റെഫറൻസിന് വേണ്ടിയാണ്. അപ്പൊ അതിന്റെ ഒരു ചാർട്ട് ഉണ്ട്. അപ്പൊ ആ ഓരോ ചാർട്ടിനും ഇതിപ്പോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നോക്കാൻ എൻറ്റിറ്റീസ് വരെ നമുക്ക് കണ്ടുപിടിക്കാം. അത് ഇതിനകത്ത് കണ്ടുപിടിക്കാം. ആ സെറ്റിംഗ്സ് വെച്ചാൽ ആ സ്പേസിൽ എൻറ്റിറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സെറ്റിൽ. അത് ഹ്യൂമൻ എൻറ്റിറ്റീസ് ഉണ്ട്, ആനിമൽ എൻറ്റിറ്റീസ്. വൈബ്രേഷന്റെ ഫ്രീക്വൻസി അനുസരിച്ചാണ് അതാണ് ഞാൻ ചോദിച്ചത്. അത് അദ്ദേഹം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് അത് വളരെ സട്ടിൽ ലെവലിലാണ് മറ്റേ നമ്മൾ പറഞ്ഞ നമ്മൾ സാധാരണയായിട്ട് ഈ പാരാനോർമൽ ഹണ്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് സാധാരണ ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഇതിന്റെ പവർ അനുസരിച്ച് അപ്പോൾ വളരെ തീവ്രമായ സ്വഭാവമുള്ള എൻറ്റിറ്റി ആണെങ്കിൽ വളരെ റെഡ് കളർ മീൻസ് ബ്ലഡ് റെഡ് കളറുള്ള അതൊരു ഇലക്ട്രോണിക് ഇതിന് മൂവ്മെന്റ് വെച്ചിട്ടാണ് ഇതിന്റെ നമ്മൾ ഇത് ഓരോന്നും മനസ്സിലാക്കുന്നതിന് ഓരോ തരത്തിലുള്ള ഫ്രീക്വൻസി സെറ്റ് ചെയ്യാം. ഓക്കെ ഫൈൻ. ഇപ്പോൾ ഈ ഒരു സെറ്റിങ്സ് വെച്ച് നമ്മളിപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിന്റെ എനർജി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിങ്ങനെ പ്രത്യേക രീതിയിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് പിടിക്കേണ്ടത്? അതെങ്ങനെയാണ് പിടിക്കുന്നത്? ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ മൂവ്മെന്റ് ആണ് നമ്മൾ ഇതിന്റെ എനർജി ഐഡന്റിഫിക്കേഷൻ വേണ്ടി നമ്മൾ ഏത് എനർജി ആണെന്നുള്ളത് തിട്ടപ്പെടുത്താൻ വേണ്ടി പോസിറ്റീവ് എനർജിയുടെ സെറ്റിംഗ്സിൽ വെച്ചിരിക്കുന്നത്. ഇത് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇത് ഉണ്ടെന്നാണ്. അത് അല്ലാന്നുണ്ടെങ്കിൽ ഇത് അവിടെ ഓപ്പോസിറ്റ് പോവില്ല. അപ്പൊ അത് നമ്മൾ എത്ര മുറുകെ പിടിച്ചാലും ശരി അത് നമ്മൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിന്റെ സ്പീഡ് അനുസരിച്ചാണ് ഇതിന്റെ ആ ഇന്റൻസിറ്റി നമ്മൾ തീരുമാനമൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ഇതിന്റെ ആ പോസിറ്റീവ് എനർജിയുടെ ഇന്റൻസിറ്റി കൂടെ നല്ല പ്രസൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ സാധാരണ ഇലക്ട്രോണിക് ഡിവൈസിലൊക്കെ നെഗറ്റീവ് ചാർജ് എന്ന് സാധാരണ പറയാറുണ്ട്. അപ്പൊ ഇതിന്റെ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പൊ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ബാറ്ററി ഉള്ളത് കൊണ്ട് അത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റേഡിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഇത് ഈ ഇതിന്റെ കണക്ഷൻ കൊടുക്കുന്നതാണ്. ഇപ്പൊ ഇത് ആ പോസിറ്റീവ് എനർജി സെറ്റിംഗ്സിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോ ഇത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഈ ഡിവൈസിന്റെ അതായത് ഈ മൊബൈൽ ഫോണിന്റെ എനർജിയുടെ ഇത് നോക്കുകയാണെങ്കിൽ നമ്മള് ഇതാണ്ടോ ഇത് ആ മൂവ്മെന്റ് ഇല്ല. അപ്പോൾ ഇനി അത് റേഡിയേഷൻ ഉണ്ടെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അത് നെഗറ്റീവ് സെറ്റിംഗ്സിലേക്ക് നമ്മൾ കൊണ്ടുപോകും. ആ സെറ്റിംഗ്സിൽ വെച്ച് കഴിയുമ്പോൾ ഇനി അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കി കഴിഞ്ഞാൽ ഇതാണ്ടോ. അപ്പോൾ ഇതിന്റെ ഇത് റേഡിയേറ്റ് ചെയ്യുന്ന എനർജി നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മനസ്സിലായി. അപ്പോൾ ഇത് അതിനകത്ത് ബാറ്ററി ഉള്ളതുകൊണ്ടാണ് ഇത് വരുന്നത്. കാരണം ബാറ്ററി ഈ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി കാര്യമാണെങ്കിൽ പോലും അത് അഗ്രസീവ് ആയിട്ടുള്ള സാധനം. പിന്നെ കെമിക്കൽസ് ഉണ്ടാകും. അതാണ് അതിന്റെ ആ സ്വാധീനം ഇതിലൂടെ തിരിച്ചറിയാം. അപ്പോൾ നമ്മൾ പിന്നെ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ ആദ്യം ഓരോ ഭാഗങ്ങളിൽ നോക്കും, അതോ മൊത്തം ആദ്യം നോക്കുന്നത് ജിയോ സ്ട്രെസ് ആണ് നോക്കുന്നത്? ലാൻഡ് നോക്കും. ലാൻഡിന്റെ എനർജി ഏതാ നോക്കും. ലാൻഡിൽ തന്നെ യൂണിഫോമിറ്റി വേണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ 5 സെന്റ് സ്ഥലത്തിൽ 5 സെന്റും ഒരേപോലത്തെ എനർജി ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ചില സമയത്ത് യൂണിഫോം ആയിരിക്കും, അല്ലെന്ന് നമുക്ക് പറയാൻ വയ്യ. പക്ഷെ ചില പോർഷൻസ് മാത്രമാവാം. അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ വീട് വെച്ചിട്ടുള്ള ഒരു വീടിനകത്ത് 3 or 4 മുറികളുണ്ടെങ്കിൽ ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള എനർജി ലെവൽ കണ്ടിട്ടുണ്ട്. ഒരു മുറിയിൽ പോസിറ്റീവ് ആയിരിക്കും, ചിലതിനും. അപ്പൊ അങ്ങനെ ചില സമയത്ത് നമ്മൾ ആ വീടുകളിൽ പോകുമ്പോൾ ആ താമസിക്കുന്ന വീട്ടുകാർ ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ യൂസ് ചെയ്യാതെ അവര് ഒഴിവാക്കിക്കൊണ്ട് ഉള്ളൊരു അവസ്ഥ കാണാറുണ്ട്. അപ്പൊ ഇവിടെ എന്താ നിങ്ങൾ ഉപയോഗിക്കാറില്ല? ഇല്ല, ഇവിടെ ഞങ്ങൾ ഇരിക്കാറില്ല. അപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിത് എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ എല്ലാ സൗകര്യമുണ്ട്, ഡൈനിങ് റൂമൊക്കെ ഉണ്ട്. പക്ഷെ ആ വീട്ടിൽ ഒരാളും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കും. ഒന്നുകിൽ കിച്ചണിൽ, അല്ലെങ്കിൽ അപ്പുറത്ത് എവിടെ വേറെ ഏത് ബെഡ്റൂമിലെവിടെയും പോയി കഴിക്കും. ഈ സ്പേസ് അവർ ഉപയോഗിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് പോയി നോക്കിയ സമയത്ത് അവിടുത്തെ എനർജി ലെവല് നെഗറ്റീവ് ആയിട്ടുള്ള സാധനം അവരറിയാതെ തന്നെ അത് അവോയ്ഡ് ചെയ്യണം. അവരുമായിട്ട് ചേരുന്നില്ല. അവർക്ക് ആ എനർജി ആയിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ് അതിപ്പോ അവർ എക്സ്പ്ലനേഷൻ അവർ ചോദിച്ചാൽ അവർക്ക് അറിയില്ല. അപ്പൊ തിരക്കായിരുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും അവർ കറക്റ്റ് ചെയ്തതിനു ശേഷം അത് മാറി. അപ്പൊ ആ വീട് ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുത്തു. അതിപ്പോ ആദ്യം കറക്റ്റ് ചെയ്യുന്ന, അതായത് ഈ വിദ്യ പഠിച്ചതിന് ശേഷം ആദ്യം കറക്റ്റ് ചെയ്യുന്നത് എന്റെ ഒരു സുഹൃത്തിന്റെ വീടാണ്. അപ്പൊ ആ വീട്ടില് പിന്നീട് അത് മാറ്റമുണ്ടായി.
അപ്പൊ അവര് തന്നെ പറഞ്ഞു. അപ്പൊ അതുപോലെ ഒരു ബെഡ്റൂം ഉണ്ട്, അവിടെ ആരും കിടക്കില്ല. അത് ഈ കറക്ഷന് ശേഷം അതിന്റെ എനർജി ലെവൽ മാറിയതോടുകൂടി അവർക്കത് വീണ്ടും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള പലരും പറയാറുണ്ട്. കാരണം വീട്ടിൽ വന്ന് കയറി എന്റെ റൂമിൽ പോകുമ്പോഴാണ് എനിക്ക് ഒരു തലയ്ക്ക് ചൂടാവുന്നത് അല്ലെങ്കിൽ തലഭ്രാന്ത് എടുക്കുന്നതെന്ന് പറയും. വീട്ടിൽ വന്ന് കയറുമ്പോഴേ തലവേദന എടുക്കുക. ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് ക്ലീഷേ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിനൊരു സയൻസ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം മാത്രമല്ല, വാസ്തുശാസ്ത്രത്തിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മുടെ വീട്ടിൽ ഈ പില്ലർ വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സോറി പില്ലറല്ല ബീം വെച്ച്, ബീമും പില്ലറും വെച്ചിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ സെപ്പറേഷന്റെ എനർജി ഉണ്ട് എന്ന്. മാത്രമല്ല, ബീമിന്റെ അടിയിൽ എപ്പോഴും സ്ട്രെസ് ഉണ്ടാവും. അത് എത്ര ഉയരത്തിലാണെങ്കിൽ ശരി. കാരണം വ്യത്യസ്ത ഇപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള സ്ഥലം ആണെങ്കിൽ പോലും ബീമിന്റെ ആ നേരെ താഴെ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് ആ സ്ട്രെസ് നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ ആ ബീമിന്റെ പൊസിഷൻ വരുന്നത് അതിനനുസരിച്ച് ആ ഭാഗത്തുള്ള ഓർഗൻസിന്റെ ഫംഗ്ഷൻ അത് ബാധിക്കുന്നുണ്ട്. അപ്പൊ അതും നമുക്ക് ഈ എനർജി കറക്ഷൻ വരുമ്പോ അതിനെല്ലാം നമുക്ക് നള്ളിഫൈ ചെയ്യാൻ പറ്റും. ഓവർ പവർ ചെയ്തിട്ട് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു എനർജി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ ഇതുപോലെ റൂമിനകത്തും ബാക്കിയുള്ള ഓരോ സ്ഥലങ്ങളിലും അപ്പോൾ അങ്ങ് നേരിട്ട് ആ സ്ഥലങ്ങളിൽ സന്ദർശിക്കണോ അതോ ഈ ഇത് കണ്ടുകൊണ്ട് അതിന്റെ ആ വീടിന്റെ ഒരു സ്കെച്ചോ അല്ലെങ്കിൽ ഫോട്ടോയോ കണ്ടുകൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ? പലതരത്തിൽ, രണ്ടു തരത്തിലും ചെയ്യാം. നേരിട്ട് എല്ലാവർക്കും ഈ സ്കെച്ചില് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്, അതിന് മാപ്പ് ഡൗസിംഗ് എന്നാണ് അതിന് പറയുന്നത്. ആ ഒരു സ്കെച്ച് കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആ സ്കെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന സ്ഥലം ഏത് സ്ഥലത്തിന്റെയാണോ ആ സ്കെച്ച് അതേ ഊർജം നമുക്ക് ഈ സ്കെച്ചിൽ മാപ്പ് ഡൗസിംഗ് മെത്തേഡിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ പല ദൂര സ്ഥലത്ത് ഉള്ള വീടുകളിൽ ഇങ്ങനെ ഇതുപോലെ ആവശ്യം വരുമ്പോൾ ഞാൻ സ്കെച്ച് അയച്ചു തന്നിട്ട്, കാരണം 2 പ്രാവശ്യം പോക്ക് വരവ് ഒഴിവാക്കാനുള്ള ഒരു ഇതും കൂടിയാണ് അതിനകത്ത്, അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഈ മാപ്പ് ഡൗസിംഗ് നടത്തിയതിനു ശേഷം ഫിസിക്കലായിട്ട് ആ സ്പോട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ ഈ മാപ്പ് ഡൗസിംഗ് നടത്തി കണ്ട എനർജി ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതേത് എനർജി തന്നെ ആയിരിക്കും ഫിസിക്കലായിട്ട് പോയി നോക്കുമ്പോൾ കാണുന്നു എന്നുള്ളത് ബോധ്യപ്പെടുത്തും. എന്നിട്ടാണ് അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ അവരോട് പറയുന്നത്. അത് നമ്മളൊരു എക്സ്പെരിമെന്റേഷൻ പോലെ പക്ഷേ ഫൈനലി നമുക്ക് അതേ സെയിം റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ പിന്നെ അതിൽ ഈ പറയുന്നതിൽ അർത്ഥമില്ലാതെ വരും. കാരണം പൊരുത്തക്കേട് വരാൻ പാടില്ല. ഇപ്പൊ ഇവിടെ മാപ്പ് ഡൗസ് ചെയ്ത് കണ്ടിട്ടുള്ള ഒപ്പീനിയൻ തന്നെ ആയിരിക്കും ഫിസിക്കലായിട്ട് നമ്മൾ പോയി നോക്കുമ്പോഴും കാണുന്നത്. അതെ. അപ്പൊ ഈ വീടിന്റെ ഈ ഒരു സംഗതി ഇപ്പൊ ഈ പിരമിഡ് ഉപയോഗിച്ചത് ക്ലിയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ താമസിക്കുന്ന ആളുകളുടെ ഈ ചക്ര അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ആവുമോ? ആവും, തീർച്ചയായിട്ടും. കാരണം ആ ഇംബാലൻസ് മാറും. ആ ഇംബാലൻസ് മാറി ഒരു ഫ്രീ ഫ്ലോ ഓഫ് എനർജി നമ്മുടെ ഷഡാധാരത്തിലൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ വെൽനെസ്സിൽ വ്യത്യാസം വരും. ഈവൻ നമ്മുടെ സട്ടിലായിട്ട് പറയുകയാണെങ്കിൽ തോട്ട്സ് ആർ ഓൾസോ എനർജി. ആ ഒരു നല്ല ചിന്തകളിലേക്ക് അത് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ചിന്തകളിലേക്ക് അത് എത്താൻ സഹായിക്കും. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ഈ എന്താ പറയുക കുലദേവത പ്രാതികൂല്യം അല്ലെങ്കിൽ സർപ്പ എനർജിയുടേതായ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഒരാളിൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള എൻറ്റിറ്റീസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരാളിൻ്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ചക്രം പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല. അപ്പോൾ അത് വീട്ടിൽ വരുമ്പോൾ അത് ക്ലിയർ ആവുന്നു. അങ്ങ് പറഞ്ഞതുപോലെ പിരമിഡിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ക്ലിയർ ആവുന്നു. അപ്പോൾ അത് പുറത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് വീണ്ടും ആ സാധനം സ്വാധീനിക്കാനുള്ള സാധ്യത ഉണ്ടോ? ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ വീടിനകത്തുള്ള എനർജിയാണ് കൂടുതൽ സ്വാധീനം നമുക്ക് തരുന്നത്. കാരണം ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ഒരു സ്ഥലത്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ബെഡ്റൂമിൽ ഉറങ്ങുമ്പോഴാണ്. ഇപ്പോൾ 6-7 മണിക്കൂർ നേരം കണ്ടിന്യൂസ് ആയിട്ട് ഒരു പോയിന്റിൽ തന്നെ ആ വ്യക്തി നിരന്തരമായിട്ടുണ്ടാവും. ഒരു ദിവസം മാത്രമല്ല, നിരന്തരമായി. അപ്പോൾ തീർച്ചയായിട്ടും ആ മുറിയത്തെ എനർജിയാണ് അദ്ദേഹത്തിന് കൂടുതൽ സ്വാധീനിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പുറത്തു പോകുന്നുവെങ്കിലും നമ്മൾ ഒരു പോയിന്റിൽ തന്നെ നിൽക്കുന്നില്ല. പുറത്തു പോയിട്ട് നമ്മൾ സഞ്ചരിച്ച് കറങ്ങി പിന്നെ വീണ്ടും വീട്ടിൽ തന്നെ വരുന്നത്. അപ്പോൾ വീണ്ടും ആ എനർജി, ആ കണ്ടിന്യൂസ് എനർജി എവിടെയാണോ അവിടെ തന്നെയാണ് നമ്മൾ നിരന്തരമായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത്. ആ എനർജിയുടെ സ്വാധീനമായിരിക്കും എപ്പോഴും കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം മാറി നിന്നു, അതുകൊണ്ട് പെട്ടെന്ന് മാറില്ല. ഒരു 90 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു പോയിന്റിൽ ഇരുന്നാലേ എനർജി ചേഞ്ച്. അല്ല ഞാൻ ചോദിച്ചത്, കാരണം ചിലപ്പോൾ അത് പെർമനന്റ് ആയിട്ട് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മറ്റു ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷേ വീടിനകത്ത് യു വിൽ ബി കംഫർട്ടബിൾ. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അംബ്രല്ല പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കും.
മറ്റേ സ്വാധീനം സെക്കൻഡറിയാണ്. അതിന് നിരന്തരം അതിന്റെ സ്വാധീനം വലയത്തിൽ വരുന്നതിന് മുമ്പ് നമ്മൾ വീണ്ടും നമ്മുടെ സ്ഥലത്തെത്തി വരുന്നു. അതെ അതെ അതെ. ഇപ്പൊ രാവിലെ നമ്മൾ പോയി പല സ്ഥലങ്ങളിൽ പോകുന്നു, എങ്കിലും മറ്റതിന്റെ ഇന്റൻസിറ്റി കുറയും തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ നമ്മൾ തന്നെ ഒരു വ്രണമുണ്ടായി, നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് വീണ്ടും ജെംസ് വീട്ടിൽ നമ്മൾ അതിനെ വീണ്ടും സോപ്പിട്ട് കഴിയുമ്പോൾ വീണ്ടും ക്ലിയർ ആവും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ജെംസിന്റെ അറ്റാക്കിന്റെ ഒരു ഇത് ഇന്റൻസിറ്റി കുറയും എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ആണ് ഇപ്പോൾ മനുഷ്യ ശരീരത്തിൽ നമ്മൾ സാധാരണ പറയുന്ന 7 ചക്രങ്ങളുണ്ട്. അപ്പോൾ ഈ ചക്രങ്ങളുടെ എനർജിയും നമുക്കിതുമായി ബന്ധപ്പെടുത്തി വായിക്കാൻ പറ്റുമല്ലേ, റീഡ് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും. അപ്പോൾ അതും അപ്പം നമുക്കൊന്ന് എൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും. ആ ഒരു എന്താണ് അതിന് ചെയ്യേണ്ടത്? ഇതിന് ഈ ഒരു ഇതുമായിട്ട് കണക്ട്, ഈ ഡിവൈസായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കർസറാണ്. ഈ കർസറിനെ നമ്മൾ അല്ല, ഈ കർസറല്ല, ഇതാണ് കർസർ. ഇത് ഇത് നമ്മൾ കയ്യിലല്ല. ഇപ്പോൾ വ്യക്തി ഇൻഡിവിജ്വലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത് ആദ്യം ആജ്ഞ ചക്രത്തിൽ അവിടെ ഇത് വയ്ക്കാം. ഇതൊന്ന് നെറ്റിയുടെ സെൻട്രലിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ വെച്ച് നമ്മൾ ഈ സെറ്റിങ്സിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷഡാധാരങ്ങളിലുള്ള എനർജി ഫ്ലോ കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റും. ഇപ്പൊ ഇത് അനങ്ങുന്നില്ല. അപ്പോൾ ഈ ഷഡാധാരങ്ങളിലെ എനർജി ഫ്ലോ എവിടെയോ തടസ്സപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് ഇതിന്റെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇനി അത് ഏത് ചക്രയാണ് ആ തടസ്സം നിൽക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിന് ജസ്റ്റ് ഇത് റൈറ്റ് ഹാൻഡിൽ തന്നെ ഹോൾഡ് ചെയ്ത് മൊത്തത്തിലുള്ളതാണ്. ഇത് ജനറൽ ഫ്ലോ നോക്കിയതാണ്. ഇനിയിപ്പോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചക്രാസിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഇത് വലത് കയ്യിൽ നമ്മൾ പിടിച്ചു. അതിന് ആദ്യം തൊട്ട് നമുക്ക് ഓരോ ചക്രാസായിട്ട് ചെക്ക് ചെയ്യാം. സഹസ്രാര ചക്രത്തിൽ ആദ്യം നമുക്ക് നോക്കാം. ഓക്കെ, അത് സഹസ്രാര ചക്രത്തിൽ നോക്കുമ്പോൾ ഇതാണ്ടോ, ഇത് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇത് സാമാന്യം നല്ല സ്പീഡിലാണ് പോകുന്നത്. അപ്പൊ അവിടുത്തെ എനർജി ഫ്ലോ നല്ലതാണ്. ഇനി ആജ്ഞാ ചക്രയില് ആജ്ഞാചക്രയും വളരെ നല്ല രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. ഇനി വിശുദ്ധിയും അതുപോലെ തന്നെ അതേ ലെവലിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇനി അനാഹതം. അനാഹതം അവിടെ നിന്നു. അനാഹതത്തിൽ ഒരു തടസ്സമുള്ളതായിട്ടാണ്. ഇനി മണിപൂരകം. മണിപൂരകം നന്നായിട്ട് കാണിച്ചു. സാധാരണഗതിയിൽ മണിപൂരകം ആയിരിക്കും പലർക്കും ബ്ലോക്ക്. കാരണം ഡൈജസ്റ്റീവ് മണിപൂരക ചക്രത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മളുടെ നെഗറ്റീവ് തോട്ട്സും ഇമോഷൻസും എല്ലാം ജനറേറ്റ് ചെയ്യുന്ന എനർജി ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ദേഷ്യം വന്നാലും സങ്കടം വന്നാലും ആങ്സൈറ്റി വന്നാലും അത് ജനറേറ്റ് ചെയ്യുന്ന എനർജി ഡംപ് ചെയ്യും. അപ്പോൾ അത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനാണ് ആദ്യം ബാധിക്കുന്നത്. ഇനി സ്വാധിഷ്ഠാനം അതും നല്ല രീതിയിൽ തന്നെ കാണിച്ചു. ഇനി മൂലാധാരം, ടിപ്പ് ഓഫ് ദി സ്പൈൻ, അതും അതേ. അപ്പോൾ ബാക്കി ഇപ്പോൾ ഷഡാധാരങ്ങൾ 5 ആധാരങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെയാണ്. അനാഹതം ഒഴിച്ച് അപ്പോൾ അനാഹതത്തിന്റെ ഇന്നലെ ഞാനത് പറഞ്ഞായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നാമത് ഒരു പ്രത്യേകമായ ട്രാൻസിഷൻ പീരീഡാണ്. ഈ 27 വരെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. മാത്രമല്ല നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ചില 1-2 കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ അത് കുറച്ച് അതിൻ്റെ ഒരു സ്വാധീനം വരിക തീർച്ചയായിട്ടും നമ്മുടെ അനാഹതത്തിലാണ്, എസ്പെഷ്യലി റിലേറ്റഡ് ടു സോൾട്സ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അത് കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലം ക്ലെൻസ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഐ എം റിയലി കൺവിൻസ്ഡ്. കാരണം ബാക്കിയുള്ള ചക്രങ്ങളിൽ, കാരണം ഞാനത് ഓൾറെഡി എൻ്റെ ഡൗസിങ് പെൻഡിലുണ്ട്, ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോബ്ലം കാരണം എനിക്ക് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു പെയിൻ പോലെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ അപർണ മാഡമായിട്ടൊക്കെ ഞാനത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദർ ആർ സം റീസൺസ്. അപ്പോൾ അത് നമുക്ക് വിതിൻ എ ഷോർട്ട് വേയിൽ നമുക്കത് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം വി ആർ എൻഗേജ്ഡ് വിത്ത് സർട്ടൻ തിങ്സ്, അത്ര മാത്രമേ ഇപ്പം പറയുന്നുള്ളൂ. സോ ദാറ്റ് ഇസ് എ റീസൺ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ വേ ഇറ്റ് ഈസ് ഫംഗ്ഷനിങ്. അത് നമുക്ക് പ്രേക്ഷകർക്ക് നന്നായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു കാര്യം നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തത്. എന്തായാലും ഇറ്റ് റിയലി വർക്ക്സ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിനി ഇതിൻ്റെ കറക്ഷൻ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കറക്ഷൻ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഈ അനാഹതത്തിൻ്റെത് അങ്ങയുടെ പിരമിഡിൻ്റെ എന്തെങ്കിലും ഒരെണ്ണം വെച്ച് ഇപ്പം തന്നെ ഇത് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ആ എനർജി സെന്ററിലുള്ള പോരായ്മ അല്ലെങ്കിൽ ആ റീസൺ
മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല എനർജിയുള്ള സ്ഥലത്ത് നമ്മൾ നിങ്ങൾ പിന്നെ വീടിൻ്റെ എനർജിയുടെ അത് കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോയാൽ മാത്രമേ അത് മാറ്റണം. അതെ, മാത്രമല്ല ഇപ്പൊ ഞാൻ പറഞ്ഞൊരു റിയൽ ഇഷ്യൂ ഉണ്ട്, അതിനോട് ഇഷ്യൂ. അപ്പൊ അത് ആ റിയൽ ഇഷ്യൂലേക്ക് ഇത് ചെന്ന് പെടുന്നതിന്റെ കാരണം സപ്പോർട്ട് കുറഞ്ഞുകൊണ്ട്. ഇപ്പോ താമസിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ബെഡ്റൂം, താമസിക്കുന്ന സ്ഥലം ബെഡ്റൂമാണ് ഉദ്ദേശിക്കുന്നത്, കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞത് സ്പോട്ട്. അവിടുത്തെ എനർജി കുറച്ചുകൂടി പവർഫുൾ ആണെങ്കിൽ ഒരു പക്ഷേ ഇതിന്റെ പിന്നെ ഇപ്പോഴത്തെ ഈ അനാഹതത്തിലുള്ള വന്നിട്ടുള്ള ഈ ബുദ്ധിമുട്ടിനെ അത് റെസിസ്റ്റ് ചെയ്ത് അതിനകത്ത് കയറാൻ. ഇത് നമ്മളതിൽ ബോധപൂർവ്വം ചെന്ന് കയറുന്ന ഒരു കേസാണ്. കാരണം വെച്ചാൽ ഞങ്ങളിപ്പോൾ ആക്ച്വലി ഒരു ഗവേഷണത്തിലാണ്. അപ്പോൾ ആ ഗവേഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ അത് വളരെ നമ്മുടെ ഭാരതത്തിനെ വളരെയേറെ സ്വാധീനിച്ച, ഇപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് നമ്മൾ മനസ്സിന്റെ അല്ല ചിന്താഗതിയുടെ തോട്ട്സ് ആർ ഓൾസോ എനർജി. അത് ആ നിരന്തരമായിട്ടുള്ള ആ ചിന്ത കൊണ്ടു നടക്കുന്നുണ്ട്. അത് എന്തായാലും മാത്രമല്ല ഇങ്ങനെ ഒരു എന്റിറ്റിയുമായിട്ട് നമ്മൾ കണക്ട് ആവുന്നുണ്ട്. അത് എല്ലാം കൂടി പരസ്പരം ബന്ധം വന്നുകൊണ്ടാണ് ആ ഒരു തീർച്ചയായും. അപ്പോൾ ഒരു വിതിൻ എ ഷോർട്ട് വേയിൽ നമ്മൾ അതിന്റെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കതിന് ഒരു ടെമ്പററി, ഇപ്പൊ നമ്മൾ കണ്ണിന് കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണാടി ഇടുന്ന പോലെ അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് കുറച്ചും കൂടി ചെറിയൊരു ഫോം ഓഫ് പിരമിഡ് അത് നമുക്ക് ആ അനാഹത ചക്രയുടെ ഭാഗത്ത് നമ്മൾ പോക്കറ്റിട്ട് നടക്കുകയാണ്. ഒരു പക്ഷേ അത് ലഘൂകരിക്കാനോ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനോ അത് സഹായിക്കും. തീർച്ചയായും നമ്മൾ വേറെ ചില സാധനങ്ങൾ ഇങ്ങനെ വെക്കാറുണ്ട്, മറ്റേ പച്ചക്കർപ്പൂരം പോലുള്ള ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ട് വെക്കാറുണ്ട്. കാരണം ഇത് ചെറിയ പിരമിഡ് എന്ന് പറയുമ്പോഴും ഇതിന്റെ ഈ കോസ്മിക് എനർജി റിസീവ് ചെയ്യുന്ന ഒരു ടെക്നോളജി അതിനകത്ത് ഉള്ളതുകൊണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ തോതിലുള്ള എനർജി സപ്പോർട്ടിങ് ആയിട്ട്. തീർച്ചയായും. അപ്പോൾ ഞാൻ ചോദിക്കാൻ പറ്റുന്നത്, ഇപ്പോൾ സാധാരണയായിട്ട് ചില വീടുകളിലൊക്കെ നമ്മൾ ഈ ഹോണ്ടഡ് ആയിട്ടുള്ള വീടുകൾ വരാം, റെസിഡ്യൂവൽ ഗോസ്റ്റുകളുടെ പ്രസൻസ് അല്ലെങ്കിൽ മറ്റേ അങ്ങനത്തുള്ള ആഭിചാര ബാധ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള നെഗേഷൻസ് വന്ന് പിടിക്കുന്ന വീടുകളുണ്ട്. അപ്പോൾ അവിടെ സാധാരണയായിട്ട് വലിയ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അതിനെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബിൽഡിംഗ് എന്താ പറയുക ബയോളജി ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ പിരമിഡിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എൻറ്റിറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് വൈബ്രേഷൻസിൻ്റെ ഒരു ടോട്ടാലിറ്റിയെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിക്കളയാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. പറ്റും, തീർച്ചയായിട്ടും പറ്റും. അതിൽ ഈ പൂജ അതുപോലത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് പ്രിൻസിപ്പിളൊക്കെ ഒന്ന് തന്നെയാണ്. കാരണം ഒരു ഹോമമോ പൂജയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ജനറേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് എനർജി. അത് പക്ഷെ അതിനകത്തുള്ള ഒരു ബുദ്ധിമുട്ട് അത് അളക്കാനുള്ള ഒരു ഡിവൈസ് ഇല്ല, അത് ചെയ്യുന്ന ആൾക്കും അറിയില്ല. അപ്പോൾ ആ ഏത് സ്ഥലത്താണോ ഇത് ചെയ്യുന്നത് ആ എനർജി മാറ്റാനാണല്ലോ ചെയ്യുന്നത്. അവിടെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് കണ്ടതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ആ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നിലവിലുള്ള നെഗറ്റീവ് എനർജിനെ ഓവർ പവർ ചെയ്യാനുള്ള എനർജി ജനറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല. ഇനി അഥവാ പറ്റിയാൽ തന്നെ അത് എത്ര ദിവസത്തേക്ക് എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ബാറ്ററി സെല്ല് ഉപയോഗിക്കുന്നു, ടോർച്ച് ലൈറ്റിന് വേണ്ടി നമ്മൾ ടോർച്ചിനകത്ത് ഇടുന്നു. നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ 10 ദിവസം കഴിയുമ്പോൾ ഇതിന്റെ ചാർജ് പോകും. അപ്പോൾ അതെടുത്ത് കളയാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു പൂജ അല്ലെങ്കിൽ ഒരു ഹോമം ചെയ്യുമ്പോൾ അത് ജനറേറ്റ് ചെയ്യുന്ന എനർജി അവിടുത്തെ എക്സിസ്റ്റിംഗ് നെഗറ്റീവ് എനർജിനെ ഓവർ പവർ ചെയ്യാൻ മാത്രം പര്യാപ്തമാണോ എന്നുള്ളത് അളക്കാൻ അല്ലെങ്കിൽ അത് എത്ര ദിവസത്തേക്ക് നീണ്ടു നിൽക്കും എന്നുള്ളത് കൃത്യമായിട്ട് ചെയ്യുന്ന ആൾ പോലും പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് ദിവസം വളരെ വ്യത്യാസപ്പെട്ട ഒരു ഇത് ഫീൽ ചെയ്യാം. അത് കഴിഞ്ഞ് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് പോകും. അപ്പോൾ പിന്നെ ഇത് ചെയ്തതൊന്നും ശരിയായില്ല അല്ലെങ്കിൽ ചെയ്ത ഈ കാര്യം പോലും നമ്മൾ ശരിയല്ല അല്ലെങ്കിൽ സയന്റിഫിക് അല്ല അല്ലെങ്കിൽ അത് അതിനകത്ത് വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അത് പോകും. അതെ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഒരു വലിയ ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങ് ഇതുപോലെ കറക്റ്റ് ചെയ്തെന്ന് കേട്ടു. അപ്പോൾ അതിലേക്ക് നയിച്ചത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ? ഇപ്പൊ സാധാരണ റെസിഡൻഷ്യൽ ബിൽഡിങ്സിലാണ് ഇത് പലരും പറയുന്നത്. പക്ഷെ അദ്ദേഹം ആ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉടമസ്ഥനായി വൺ ഓഫ് ദി ഓണേഴ്സ് അദ്ദേഹത്തിന്റെ വീട് കറക്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞപ്പോഴാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായത്. എങ്ങനെയാ വെച്ചാൽ ഓൾറെഡി 2-3 ബ്ലോക്ക് ഉണ്ട് അവിടെ. ബ്ലോക്ക് എന്ന് വെച്ചാൽ ബിൽഡിംഗ് ഉണ്ട്. പുതിയതായിട്ടൊരു വലിയൊരു ബ്ലോക്ക് ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് കൺസ്ട്രക്ട് ചെയ്തു ആ സ്പേസിൽ. അവരെന്ത് വെച്ചാൽ സൗകര്യപൂർവ്വം ഈ പുതിയ ബ്ലോക്കും ഓൾഡ് ബ്ലോക്കുമായിട്ട് ലിങ്ക് ചെയ്തു, പാസേജ് ലിങ്ക് ചെയ്തു മുകളിലും താഴേക്കായിട്ട്.
അപ്പോൾ പുതിയ ബ്ലോക്ക് നിൽക്കുന്ന സ്ഥലം ജിയോപതിക് സ്ട്രെസ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലം ഇതുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ ആ ജിയോപതിക് സ്ട്രെസ് ഉള്ള എനർജി ഈ പഴയ ബിൽഡിങ്ങിൽ അതില്ലായിരുന്നു. ജിയോപതിക് സ്ട്രെസ് ഇല്ലാത്തൊരു സ്ഥലം, നല്ല കംഫർട്ടബിൾ ആയിട്ടൊരു സ്ഥലമായിരുന്നു. ഇത് കണക്ട് ചെയ്തപ്പോൾ ആ എനർജി ഇതുമായിട്ട് ലിങ്ക് ചെയ്തു. അപ്പോൾ ഈ നിലവിലുള്ള നല്ല എനർജീൻ്റെ ആ പോസിറ്റീവ് നിൽക്കുന്ന എനർജീനെ അത് അല്ലാത്ത ഒരു നെഗറ്റീവ് റിസൾട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അത് അവരുടെ ആക്ടിവിറ്റീസിനെ അത് ബാധിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവരത് ആദ്യം ഒരു അസ്ട്രോളജർ ആയിട്ടുള്ള കൺസൾട്ട് ചെയ്തപ്പോൾ അവർ ഗേറ്റ് ഇപ്പം നിലവിലുള്ള ഗേറ്റ് മാറ്റണം എന്നുള്ളൊരു സജഷനാണ് കൊടുത്തത്. അപ്പം അവിടെ ഗേറ്റ് മാറ്റാനുള്ള സാഹചര്യം ഇല്ല, വേറെ സ്പേസ് ഇല്ല, അവിടെ വേറെ സ്പേസിൽ ഗേറ്റ് വെക്കാനുള്ള സൗകര്യങ്ങളില്ല, അത് ഇൻകൺവീനിയൻസ് കൂട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു ഇതിനെന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ. ഞാൻ പറഞ്ഞു ഗേറ്റ് ഒന്നും മാറ്റണ്ട, ഗേറ്റ് മാറ്റണം എന്ന് പറഞ്ഞത് അവിടെ ഒരു ഊർജ്ജ തടസ്സം വന്നതുകൊണ്ടാണ്, അത് ഇല്ലാതാക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഒരു ഫേസ് ലിഫ്റ്റിംഗ് നടക്കുന്ന സമയത്താണ് അത് ചെയ്തു കൊടുത്തു. ആ പുതിയ ബ്ലോക്കിൻ്റെ ഇതും തിരിച്ചറിഞ്ഞു. ആ പുതിയ ബ്ലോക്കിൻ്റെ നിൽക്കുന്ന ആ ജിയോപതിക് സ്ട്രെസ്സുള്ള എനർജി ഇങ്ങോട്ട് ഇതുമായിട്ട് മെർജ് ചെയ്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായതെന്ന് തിരിച്ചറിഞ്ഞു. ആ ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്തു കൊടുത്തു. അതോടെ ആ പ്രശ്നം തീർന്നു. ഓക്കെ, അപ്പോൾ പക്ഷെ അത് അതിനകത്ത് പറയാനുള്ളത്, ഈ കാര്യം തിരിച്ചറിയും ബോധ്യപ്പെടുകയും ചെയ്ത ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു സഹായം ചോദിക്കാൻ പറ്റൂ. അതെ 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 അതെ. ഇപ്പൊ പുതിയൊരു സബ്ജക്ട് നമ്മൾ പരിചയപ്പെട്ടു. ശരിക്കും നമ്മുടെ പ്രാചീന ഭാരതത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് വിദ്യകളാണ്, നിഗൂഢമായുള്ള വിദ്യകൾ, രഹസ്യവിദ്യകളാണ്. അപ്പൊ നമ്മളിപ്പോൾ കണ്ടതാണ്. അപ്പൊ ഇതില് അങ്ങ് പറഞ്ഞതുപോലെ ഇതിൽ ശ്രീചക്രം അതിന്റെ വളരെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ശ്രീചക്രം വീട്ടിൽ വെച്ച് നമ്മൾ വാസിക്കുന്നുണ്ട്. ശരിയായ രീതിയിൽ ശരിയായ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം അത് ചെയ്യാനായിട്ട്. ശ്രീചക്രം ഫുൾ ഓഫ് പിരമിഡ്സ് ആണ് അല്ലേ, വളരെ കോംപ്ലിക്കേറ്റഡ് ഫിഗർ ആണ്, ലോകത്തിലെ ഏറ്റവും മെഷർമെന്റ് പിരമിഡിന്റെ ശ്രീചക്രത്തിന്റെ ഒന്നാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കും. അത് അന്വേഷിച്ച് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ശ്രീചക്രത്തിൽ നിന്ന് പിന്നീട് പോയതായിരിക്കും അല്ലെ പിരമിഡിന്റെ ഒരു സങ്കല്പം ആയിരിക്കും. കാരണം പിരമിഡ് എന്ന് പറയുന്നതിന്റെ അസംഖ്യം പിരമിഡുകളുടെ ഒരു വലിയ സങ്കീർണ നിർമ്മിതിയാണ് നമ്മുടെ ശ്രീചക്രം. കാരണം അതിന്റെ ഇപ്പോഴും അതിന്റെ എലമെന്റ്സുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വളരെ സൂപ്പർ കമ്പ്യൂട്ടറുകൾ യൂസ് ചെയ്തുകൊണ്ട്, വളരെ പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും അതിന്റെ പല കാര്യങ്ങളും ഡീകോഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ കോൺടാക്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുതിയൊരു സബ്ജക്റ്റ് പരിചയപ്പെടാമെന്നും അതുപോലെ തന്നെ പുതിയൊരു അറിവ് നമുക്ക് ലഭിക്കാനും ഇടയാക്കിയതിന് സർവേശ്വരനോട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ അങ്ങ് നിയുക്തനായ ഒരാളാണ്, അങ്ങ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് പോകുന്നു, ഇത് പഠിക്കുന്നു, അപ്പൊ ഇതെല്ലാം റെഡിയായിരിക്കുകയാണ്, നമുക്ക് തരാനായിട്ട് റെഡിയായിരിക്കുകയാണ്. അപ്പൊ അതിന് അങ്ങയുടെ മഹാമനസ്കതയ്ക്കും ഈ ഒരു അറിവ് നമുക്ക് വേണ്ടി പങ്കുവച്ചതിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം.